ഹലോ സ്റ്റുഡൻസ്, ലേണിംഗ് ഹബിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്ററായ ടുവേർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റിയുടെ 2ാമത്തെ ക്ലാസ്സാണിത്. ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് നമ്മുടെ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ജെൻഡർ റോളിനെ കുറിച്ചാണ് അല്ലേ? നിങ്ങൾക്കിവിടെ ഒരു കോൺവെർസേഷൻ കൊടുത്തത് കാണാം അല്ലേ? എന്തെല്ലാമാണ് ഈ കുട്ടികൾ സംസാരിക്കുന്നതെന്ന് നോക്കിക്കേ. വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം ഇൻ യുവർ ലൈഫ്? അതായത് ഒരു കുട്ടി മറ്റൊരു കുട്ടിയോട് ചോദിക്കുകയാണ്, ഭാവിയിൽ നിനക്ക് എന്തായി തീരാനാണ് ആഗ്രഹം അല്ലേ? ആ സമയത്ത് മറ്റൊരു കുട്ടി എന്താണ് പറയുന്നത്? ഐ ലവ് കാർ റേസിംഗ്, ഐ വാണ്ട് ടു ബിക്കം എ കാർ റേസർ ഇൻ ഫ്യൂച്ചർ അല്ലേ? അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് പറയുകയാണ്, ഫ്യൂച്ചറിൽ എനിക്ക് ഒരു കാർ റേസർ ആവണമെന്ന്. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ബോയ് ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാം, ക്യാൻ ഗേൾസ് ഡു ദാറ്റ്? അപ്പം പെൺകുട്ടികൾക്ക് ഇത് പറ്റുമോ അല്ലേ എന്ന രീതിയിലാണ് അവൻ ചോദിക്കുന്നത്. അവൻ്റെ ഒരു സംശയമാണ് അല്ലേ? കാരണം എന്താണ്, നമ്മുടെ സൊസൈറ്റിയിൽ ആൺകുട്ടികൾ ചെയ്യുന്ന ജോലി, പെൺകുട്ടികൾ ചെയ്യുന്ന ജോലി എന്ന രീതിയിൽ ചില ജോലികളെ തരംതിരിച്ച് വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത് ജെൻഡറാണ്. ആൺപെൺ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ രീതിയിൽ തൊഴിലുകളെ തരംതിരിച്ച് വെച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ആദ്യകാലത്തൊക്കെ തെങ്ങ് കയറിക്കൊണ്ടിരുന്നത് പുരുഷന്മാരായിരുന്നു അല്ലേ? അന്നത്തെ കാലത്ത് സ്ത്രീകൾ തെങ്ങ് കയറും എന്ന് ആരും അങ്ങനെ കരുതാറില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ സൊസൈറ്റിയിൽ ആ ഒരു വ്യത്യാസമില്ല അല്ലേ? നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ല. എല്ലാ ജോലികളും എല്ലാവരും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഉദാഹരണത്തിന് കൽപ്പന ചൗള അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ബഹിരാകാശ രംഗത്ത് ഇന്ത്യക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ സമ്മാനിച്ച ഒരു വനിതയാണ്. അവർ ഇതുപോലെ തന്നെ പഠിക്കുന്ന ആ ഒരു പഠന കാലഘട്ടത്തിൽ എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് പോയ സമയത്ത് ഒരു പെൺകുട്ടി ആയതിൻ്റെ പേരിൽ ഈ കോഴ്സ് എടുക്കാതെ മറ്റെന്തെങ്കിലും പഠിച്ചുകൂടെ എന്ന ഒരു ചോദ്യം അവർ നേരിട്ടിരുന്നു. പക്ഷേ അതൊന്നും വകവെക്കാതെ സ്വന്തം ഇഷ്ടത്തിന് അല്ലെങ്കിൽ താല്പര്യത്തിന് വഴങ്ങി അവർ എന്ത് ചെയ്തു? ഈ ഒരു മേഖലയുമായി മുന്നോട്ട് പോയി അല്ലേ? പിന്നീട് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രയും വലിയ നേട്ടങ്ങളിലേക്കാണ് എത്തിയത്. അപ്പോൾ ഇതുപോലെ പല തൊഴിലുകളിലും ഏർപ്പെടാനായിട്ട് സ്ത്രീകളും ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ സമൂഹം അതിനൊന്നും അനുവദിക്കാറില്ല. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പം മെയിനായിട്ട് ജെൻഡറിൻ്റെ ബേസിൽ നമ്മൾ പലതരത്തിലുള്ള ജോലികൾ വേണ്ട എന്ന് വെക്കുന്നതായിട്ട് കാണാറുണ്ട്. അതിനെക്കുറിച്ചാണ് അവിടെ നമ്മൾ പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. എ റോൾ ഈസ് എക്സ്പെക്റ്റഡ് ബിഹേവിയർ അസോസിയേറ്റഡ് വിത്ത് സ്റ്റാറ്റസ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് റോൾ എന്ന് പറഞ്ഞാൽ അല്ലേ? റോൾ എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എക്സ്പെക്റ്റഡ് ബിഹേവിയർ ആണ്. അതായത് നമ്മുടെ സമൂഹം നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പദവിയിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇവിടെ റോൾ എന്ന് പറയുന്നത്. ഇവിടെ ദ ടേം ജെൻഡർ റോൾ റെഫേഴ്സ് ടു സോഷ്യൽ എക്സ്പെക്റ്റേഷൻ റിഗാർഡിംഗ് വാട്ട് മാൻ ആൻഡ് എ വുമൺ ഷുഡ് ഡു, തിങ്ക്, സേ ആൻഡ് വിയർ ആൻഡ് ഹൗ ദേ ഷുഡ് ബിഹേവ്. അതായത് നമ്മുടെ സമൂഹം ഒരു ആൺകുട്ടി ഇന്ന രീതിയിൽ പെരുമാറണം, ഇന്ന രീതിയിൽ ചിന്തിക്കണം, ഇന്ന രീതിയിലേ സംസാരിക്കാവൂ, ഇന്ന രീതിയിലേ വസ്ത്രം ധരിക്കാവൂ എന്നൊക്കെ കരുതുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പെൺകുട്ടികളുടെ കാര്യവും. നമ്മൾ പെൺകുട്ടികൾ ഇന്ന രീതിയിൽ മാത്രമേ ചിന്തിക്കാവൂ, നടക്കാവൂ, സംസാരിക്കാവൂ, പെരുമാറാകൂ എന്നൊക്കെ നമ്മുടെ സമൂഹം ചില കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആ ഒരു റോള് എത്രത്തോളം ഭംഗിയായി ചെയ്യുന്നു എന്നുള്ളത് സമൂഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇതിനെയാണ് നമ്മൾ ജെൻഡർ റോൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ സൊസൈറ്റിയിൽ
പൊതുവേ ഉള്ള ഒരു വിശ്വാസമാണ് മെൻ എന്ന് പറയുന്നത്, അല്ലേ? മെൻ ഷുഡ് ബി ദ പ്രൈമറി ബ്രെഡ് വിന്നേഴ്സ്. അതായത് പുരുഷന്മാരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് കുടുംബം പുലർത്തുക എന്നുള്ളതാണ്, അല്ലേ? ബ്രെഡ് വിന്നേഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക, വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക, ഇതെല്ലാമാണ് ഒരു പുരുഷൻ്റെ ജോലി. എന്നാൽ ഒരു സ്ത്രീ ആവട്ടെ, വൈൽ വുമൺ ഷുഡ് മാനേജ് ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ്. എന്നാൽ സ്ത്രീയുടെ ജോലി എന്ന് പറയുന്നത് കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുക, അല്ലേ? കുട്ടികളെ വളർത്തുക, അതുപോലെ തന്നെ വീട് ഭംഗിയായി കൊണ്ടുപോവുക, ഇതെല്ലാമാണ് എന്നൊരു ധാരണ നമുക്ക് കാണാം. ഇത് യഥാർത്ഥത്തിൽ ഈ ജെൻഡർ റോളിൻ്റെ ഒരു സവിശേഷതയാണ്. ജെൻഡർ റോളിന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് മുകളിൽ നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. ആർ ഡ്യൂട്ടീസ് അലോക്കേറ്റഡ് ബേസ്ഡ് ഓൺ ജെൻഡർ ഇൻ യുവർ സ്കൂൾ? നിങ്ങളുടെ സ്കൂളിൽ ജെൻഡറിൻ്റെ ബേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്യൂട്ടീസൊക്കെ തരാറുണ്ടോ? ഇവിടെ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, ശ്രദ്ധിക്കാം. നോക്കിക്കേ. സിംഗിങ് ദ പ്രെയർ സോങ് ഇൻ സ്കൂൾ അസംബ്ലി. ആരാണ് സാധാരണഗതിയിൽ നിങ്ങളുടെ സ്കൂളിൽ അസംബ്ലിയിൽ പ്രെയർ പാടാറുള്ളത്? ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? നിങ്ങളാണ് ഈ ഒരു ബോക്സ് ടിക്ക് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഓരോരുത്തരെയും ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ ആൻസർ, അല്ലേ? അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതാണ് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അറേഞ്ചിങ് ബെഞ്ചസ് ആൻഡ് ഡെസ്ക്. സാധാരണഗതിയിൽ ബെഞ്ചും ഡെസ്കും ഒക്കെ ആരാണ് ക്രമപ്പെടുത്തി ഇടാറുള്ളത്? ബോയ് ആണെങ്കിൽ ബോയുടെ നേരെ ടിക്ക് ചെയ്യുക, ഗേൾ ആണെങ്കിൽ ഗേളിൻ്റെ നേരെ ടിക്ക് ചെയ്യുക. അടുത്തത് നോക്കിക്കേ. അറേഞ്ചിങ് ദ ഡിജിറ്റൽ ടൂൾസ് ഇൻ ദി ക്ലാസ് റൂം. ക്ലാസ്സിൽ ആരാണ് സാധാരണ ഡിജിറ്റൽ ടൂൾസ്, അതായത് ഇപ്പോൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പ്രൊജക്ടർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ മാനേജ് ചെയ്യുന്ന ആരാണ്? പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ? ആരെയാണ് ടീച്ചർ ഏൽപ്പിക്കാറുള്ളത്? ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിസ്ചാർജ് ഡ്യൂട്ടീസ് ഔട്ട്സൈഡ് വിച്ച് ആർ നോട്ട് ഓഫ് ദ ക്ലാസ്. അതായത് ക്ലാസ്സിന് പുറത്ത് പോയി ചെയ്യേണ്ട ജോലികളെല്ലാം സാധാരണഗതിയിൽ പുരുഷന്മാരാണോ അല്ലെങ്കിൽ സ്ത്രീകളാണോ ചെയ്യുന്നത്? അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ ഇത് ചെയ്യുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണോ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ടുഡേ ഇൻ സ്കൂൾ സച്ച് ആക്ടിവിറ്റീസ് ആർ ഷെയർഡ് ബൈ ബോയ്സ് ആൻഡ് ഗേൾസ് ടുഗദർ. അപ്പോൾ ഇതിൽ ചില ജോലികളൊക്കെ ആൺകുട്ടികൾ ചെയ്യുന്നതായും ചിലതെല്ലാം പെൺകുട്ടികൾ ചെയ്യുന്നതായും നമുക്ക് കാണാം, അല്ലേ? അത് എന്തിൻ്റെ എക്സാമ്പിളാണ്? ജെൻഡർ റോളിൻ്റെ ഒരു ഉദാഹരണമാണ്, അല്ലേ? ഇനി അടുത്ത ഒരു പോർഷനിലേക്ക് നമുക്ക് പോകാം, ശ്രദ്ധിക്കുക. ജെൻഡർ ആൻഡ് സോഷ്യൽ നോംസ്. നമുക്കിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അല്ലേ? ഇവിടെ തന്നിരിക്കുന്ന പിക്ചറിൽ നിങ്ങൾക്ക് ഒരു സ്ത്രീയുടെ രൂപം കാണാം, കണ്ടോ? എല്ലാവരും കൂടെ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്തിരിക്കുകയാണ്? ആ സ്ത്രീയെ ഫയറിലേക്ക് പിടിച്ച് ഉന്തിയിട്ടിരിക്കുകയാണ്, അല്ലേ? എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ദിസ് പിക്ചർ refers to social evil of sati that was once practiced in India. നമ്മൾ ഈ കാണുന്ന ചിത്രം സതി എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഈവിളിൻ്റേതാണ്, അല്ലേ? സമൂഹത്തിൽ പണ്ട് കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു അനാചാരമാണ് സതി, അല്ലേ? ഒരു മോശമായിട്ടുള്ള ഒരു ആചാരമായിരുന്നു സതി. സതി വാസ് എ ക്രൂവൽ പ്രാക്ടീസ് where a widow was forced to immolate herself on her husband pair. നോക്കിക്കേ, സതി എന്നുള്ളത് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവളെ നിർബന്ധിച്ച് അയാളുടെ ചിതയിലേക്ക് തള്ളിയിടുകയാണ്, അല്ലേ? ജീവത്യാഗം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു അനാചാരമായിരുന്നു സതി. അതായത് സാധാരണഗതിയിൽ നമുക്കറിയാം ഏതൊരു മനുഷ്യനും മരിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് വെന്ത് മരിക്കുക, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ സതി എന്ന ദുരാചാരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്ത്രീക്ക് പിന്നെ ജീവിക്കാനുള്ള അവകാശമാണ് ഇവിടെ നഷ്ടമാകുന്നത്, അല്ലേ? മാത്രമല്ല സ്വന്തം കുട്ടികളെ പോലും പരിപാലിക്കാനാകാതെ ആ സ്ത്രീ ഭർത്താവിനോടൊപ്പം തന്നെ സ്വന്തം ജീവൻ ത്യജിക്കേണ്ടതായി വരുന്നു. ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള ഒരു ആചാരമായിരുന്നു സതി. ഇത് നമുക്കറിയാം ഒരു തരത്തിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ്. ഇവിടെ സ്ത്രീ എന്തു ചെയ്യുന്നു? ഭർത്താവ് മരിക്കുമ്പോൾ ചിതയിലേക്ക് ചാടുന്നു. എന്നാൽ ഒരിക്കലും പുരുഷന്മാർ എന്തു ചെയ്യുന്നില്ല?
ഭാര്യ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവളുടെ ചിതയിലേക്ക് എടുത്തു ചാടുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, അല്ലേ? അടുത്തത് നോക്കിക്കേ, അൺടച്ചബിലിറ്റി. ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റൊരു സോഷ്യൽ ഈവിൾ ആയിരുന്നു അൺടച്ചബിലിറ്റി. Untouchability was another social evil that existed in India. This social evil categorized members of a society into hierarchical ordered caste. നോക്കിക്കേ, ഇവിടെ നമുക്കറിയാം അൺടച്ചബിലിറ്റി എന്ന് പറയുന്നതും ഒരു സോഷ്യൽ ഈവിൾ തന്നെയാണ്, അല്ലേ? സാമൂഹിക അനാചാരമാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കാറ്റഗറൈസ്ഡ് മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി, ഒരു സമൂഹത്തിലെ അംഗങ്ങളെ നമ്മളിവിടെ തരംതിരിക്കുകയാണ്. എന്തിൻ്റെ ബേസിലാണ്? കാസ്റ്റിൻ്റെ ബേസിലാണ്, അല്ലേ? ഇൻസിസ്റ്റിംഗ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഫ്രം കാസ്റ്റ് കൺസിഡേർഡ് ലോവർ മെയിൻറ്റെയിൻഡ് എ ഡിഫൈൻഡ് ഡിസ്റ്റൻസ് വൈൽ ദേ ഇൻട്രാക്റ്റഡ് വിത്ത് മെമ്പേഴ്സ് ഓഫ് ദ കാസ്റ്റ് കൺസിഡർ ഹൈ. ഉയർന്ന ജാതിക്കാരെന്ന് നമ്മൾ കരുതുന്ന ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിലൂടെയൊന്നും അന്നത്തെ കാലത്ത് ലോവർ കാസ്റ്റിൽപ്പെടുന്ന ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അവർ ഒരു നിശ്ചിത അകലം പാലിക്കേണ്ടത് നിർബന്ധമായിരുന്നു. സതി ആൻഡ് അൺടച്ചബിലിറ്റി വേർ ഒബ്സർവ്ഡ് ഇൻ ദ പാസ്റ്റ് സൊസൈറ്റീസ് ആസ് ഇഫ് ദേ വർ ലോസ്. എന്നാൽ അന്നത്തെ കാലത്ത്, അല്ലേ, സതിയും അൺടച്ചബിലിറ്റിയും ഒക്കെ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ അന്ന് അവർ കരുതിയിരുന്നത് സതിയും അതോടൊപ്പം തന്നെ അൺടച്ചബിലിറ്റിയൊക്കെ നമ്മുടെ സൊസൈറ്റിയുടെ നിയമങ്ങളായിരുന്നു എന്നാണ്. ഇന്ന് നമ്മൾ പറയുന്നു ഇതൊന്നും നിയമങ്ങളല്ല, ഇതൊക്കെ തെറ്റാണ് എന്ന്, അല്ലേ? എന്നാൽ അന്നത്തെ സമൂഹത്തിൽ ഈ സതിയെയും അതോടൊപ്പം തന്നെ തൊട്ടുകൂടായ്മയെയും ഒക്കെ നമ്മൾ കണക്കാക്കിയിരുന്നത് സമൂഹത്തിൻ്റെ നിയമങ്ങളായിട്ടാണ്. ഹവവർ ദീസ് പ്രാക്ടീസസ് വെർ ലേറ്റർ outlawed and abolished through legislation as part of a broad social reform movement. എന്നാൽ പിൽക്കാലത്ത് നമ്മളിതെല്ലാം തെറ്റാണെന്ന് തിരിച്ചറിയുകയും ഇതിൻ്റെ ഭാഗമായിട്ട് നടന്ന പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇത്തരം അനാചാരങ്ങൾ നിർത്തലാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും അതുവഴി സതിയും തൊട്ടുകൂടായ്മയൊക്കെ ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് നമുക്ക് എടുത്തു കളയാനായി സാധിക്കുകയും ചെയ്തു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. There are certain norms around us which are unwritten but had existed in a society since time immemorial. നോക്കിക്കേ, ഇവിടെ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ചില വഴക്കങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? ഈ വഴക്കങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇത് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൻ്റെ നിയമങ്ങളാണ്. എന്നാൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നിയമങ്ങൾ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല, നിയമങ്ങളായി എഴുതി വെച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള വഴക്കങ്ങളെയാണ് നമ്മൾ സോഷ്യൽ നോംസ് അഥവാ സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്. സോഷ്യൽ നോംസ് ആർ അൺറിട്ടൺ ലോസ് റിഗാർഡിംഗ് ബിലീഫ്സ്, ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് ദാറ്റ് ആർ കൺസിഡേർഡ് ആക്സെപ്റ്റബിൾ ഇൻ എ സർട്ടൻ സോഷ്യൽ ഗ്രൂപ്പ്സ് ഓർ കൾച്ചർ. അതായത് സാമൂഹിക വഴക്കങ്ങളുടെ പ്രത്യേകത എന്താണ്? എവിടെയും എഴുതി വച്ചിട്ടില്ലാത്ത നിയമങ്ങളാണ്. എന്നാൽ ചില വിശ്വാസങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും ഒക്കെ ഭാഗമായിട്ട് നമ്മൾ പൊതുവെ അംഗീകരിച്ചിട്ടുള്ള നമ്മുടെ സംസ്കാരത്തിൻ്റേതായിട്ടുള്ള ഒന്നാണ് വഴക്കങ്ങൾ, അല്ലേ? ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഗ്രീറ്റിംഗ് ആൻഡ് താങ്കിങ് ഇൻഡിവിജ്വൽസ് ആർ എക്സാമ്പിൾ ഓഫ് സോഷ്യൽ നോംസ്. നമ്മൾ ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് അയാളോട് അഭിവാദ്യം അറിയിക്കാറുണ്ട്, അല്ലേ? ഉദാഹരണത്തിന് ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ സമൂഹത്തിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ നമസ്തേ പറയുന്നു, അതും അല്ലെങ്കിൽ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, അല്ലേ? ഷെയ്ക്ക് ഹാൻഡൊക്കെ നമുക്കറിയാം ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമല്ല, എന്നാൽ ഇപ്പോൾ നമ്മളും ഇത് ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം, അല്ലേ? ഇത് നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ പിന്തുടരുന്ന ഒരു രീതിയാണ്. ചിലപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന രീതി എന്താണ്? ഒരാളെ കാണുന്ന സമയത്ത് അവരെ ഗ്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അയാളെ ഹഗ് ചെയ്യുന്നു, അല്ലേ? എന്നാൽ ഇന്ത്യൻ സമൂഹം അത്രത്തോളം പുരോഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. എന്നിരുന്നാലും നമ്മളും മറ്റുള്ളവരെ കാണുന്ന സമയത്ത് നമ്മുടെ സന്തോഷം അറിയിക്കാറുണ്ട്. അടുത്തത് നോക്കിക്കേ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് വേണ്ടി ഒരാൾ എന്തെങ്കിലും ഫേവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരോട് താങ്ക്സ് പറയാറുണ്ട്, അല്ലേ? ഇതും ഒരു തരത്തിലുള്ള വഴക്കമാണ്. ഒരാളെ കാണുമ്പോൾ അയാളെ ഗ്രീറ്റ് ചെയ്തിട്ടില്ല എന്ന് കരുതിയോ, അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ അയാളോട് നന്ദി പറഞ്ഞില്ല എന്ന് കരുതിയോ നമുക്ക് പ്രത്യേകിച്ച് പണിഷ്മെൻ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വഴക്കമാണിത്, അല്ലേ? ഇത് പാലിച്ചാലും ഇല്ലെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് പണിഷ്മെൻറ്റോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്
നമുക്കിവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മളോട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്തെല്ലാമാണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡു നോട്ട് വേസ്റ്റ് ഡ്രിങ്കിങ് വാട്ടർ. കുടിവെള്ളം നമ്മൾ പാഴാക്കരുത്. ഇത് നോമാണോ ലോ ആണോ എന്നാണ് ചോദ്യം. നമുക്ക് ഇതൊരു നോമായിട്ട് കരുതാം. അടുത്തത് ഡു നോട്ട് ഫിസിക്കലി ഹറാസ് എനി വൺ. ഒരാളെയും നമ്മൾ യാതൊരു തരത്തിലും ആക്രമിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല. അതൊരു നിയമമാണ് അല്ലേ? റെസ്പെക്റ്റ് എൽഡർലി സിറ്റിസൺ. നമ്മളെക്കാൾ മുതിർന്ന ആളുകളെ നമ്മൾ ബഹുമാനിക്കണം. അതൊരു നോമാണ് അല്ലേ? അടുത്തത് നോക്കിക്കേ, ടൂ വീലർ റൈഡേഴ്സ് ഷുഡ് വിയർ ഹെൽമെറ്റ്. ഇതൊരു ലോ ആണ്. അതായത് ഇരുചക്ര വാഹനം ഓടിക്കുന്ന ആളുകൾ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണം എന്നുള്ളത് ഒരു വഴക്കമല്ല, ഒരു നിയമമാണ് അല്ലേ? അടുത്തത് നോക്കിക്കേ, ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് എനി വൺ ഓൺ ദ ബേസിസ് ഓഫ് ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഒരാളുടെ ഭൗതിക സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ അയാളെ നമ്മൾ എന്ത് ചെയ്യരുത്? വിവേചനം കാണിക്കരുത്. അതൊരു ലോ ആണ്. എവറി ഇൻഡിവിജ്വൽ ഹാസ് ദ റൈറ്റ് ടു ലെജിറ്റിമേറ്റ് ഇലക്ഷൻ. എല്ലാ വ്യക്തികൾക്കും തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ള അധികാരമുണ്ട്. അത് നമ്മുടെ ലോ ആണ്. അടുത്തത് പ്രൊട്ടക്റ്റ് എൽഡർലി സിറ്റിസൺ. മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കുക. ഇതൊരു നോമാണ്. അടുത്തത് ഗിവിങ് ആൻഡ് ആക്സെപ്റ്റിംഗ് ഡൗറി ഈസ് എ ക്രൈം. നമ്മൾ സ്ത്രീധനം സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ്. അതും ഒരു ലോ ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നോംസും ലോയും തമ്മിലുള്ള ഡിഫറൻസായി പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പാണ് അല്ലേ? ഇവിടെ നമുക്ക് കുറച്ച് ആളുകളുടെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ? ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളാണ് പറയേണ്ടത്. ഒന്നാമത്തത്, ഓൾ വുമൺ ആർ അഫെക്ഷനേറ്റഡ്. എല്ലാ സ്ത്രീകളും നല്ല വാത്സല്യമുള്ളവരാണ്. ശരിയാണോ? ചില സ്ത്രീകൾ ചിലപ്പോൾ നല്ല വാത്സല്യമൊക്കെ നമ്മളോട് കാണിച്ചു എന്ന് വരും. എന്നാൽ എല്ലാവരും അങ്ങനെയാണോ? നിങ്ങളാണ് ഇതിൻ്റെ ആൻസർ പറയേണ്ടത്. അടുത്തത്, ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാൻ ടു സപ്പോർട്ട് ദ എൻറ്റയർ ഫാമിലി. മുഴുവൻ കുടുംബത്തെയും സഹായിക്കേണ്ടതും അതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താനുമുള്ള ഉത്തരവാദിത്വം പ്രധാനമായും പുരുഷനാണ്. അത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തത്, സ്പോർട്സ് ആൻഡ് ഡ്രൈവിംഗ് ആർ മോർ സ്യൂട്ടബിൾ ഫോർ ബോയ്സ്. അതായത് കായികപരമായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ വാഹനം ഓടിക്കലുമൊക്കെ പുരുഷന്മാർക്കാണ് ഏറ്റവും അനുയോജ്യം എന്നാണ് ഒരു കൂട്ടർ വാദിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി ഡിഫിക്കൾട്ട് വർക്ക്സ് ആർ ഡൺ ബൈ മെൻ. ഏറ്റവും ബുദ്ധിമുട്ടേറിയ ജോലികൾ പലതും ചെയ്യുന്നത് പുരുഷന്മാരാണ്. ഓക്കെ, അടുത്തത് നോക്കിക്കേ, മോസ്റ്റ് ഓഫ് ദ ഡിഫിക്കൽട്ട് വർക്ക്സ് ആർ ഡൺ ബൈ മെൻ. ബുദ്ധിമുട്ടുള്ള ജോലികളെല്ലാം ചെയ്യുന്നത് പുരുഷന്മാരാണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തത്, വുമൺ ഇൻ ജനറൽ കനോട്ട് ഡു വർക്ക്സ് ദാറ്റ് റിക്വയർ മച്ച് ഫിസിക്കൽ എക്സേർഷൻ. കൂടുതൽ കായിക അധ്വാനം വേണ്ടുന്ന ജോലികൾ സ്ത്രീകൾ ചെയ്യാറില്ല. ഇത്തരം സ്റ്റീരിയോ ടൈപ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പേരെ വാച്ച് ചെയ്ത് നമ്മൾ പറയുകയാണ്. ഇപ്പം ഞാനൊരു സ്ത്രീയെ കാണുന്നു, അവർ വളരെ എഫെക്ഷനേറ്റ് ആണ്. അപ്പോൾ ഞാൻ പറയുകയാണ് ഓൾ വുമൺ ആർ എഫെക്ഷനേറ്റ്. ഒരാൾ എഫെക്ഷനേറ്റ് ആയതുകൊണ്ട് എല്ലാ സ്ത്രീകളും ഇങ്ങനെ തന്നെയാണ് എന്ന് ജനറലൈസ് ചെയ്ത് പറയുകയാണ്. ഇതിനെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മോസ്റ്റ് ഓഫ് ദ ഡിഫിക്കൾട്ട് വർക്ക്സ് ആർ ഡൺ ബൈ മെൻ. ഏറ്റവും ബുദ്ധിമുട്ടേറിയ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാരാണ്. സ്ത്രീകൾ എന്താ അപ്പം അങ്ങനത്തെ ജോലികളൊന്നും ചെയ്യാറില്ലേ? ഒരുപാട് കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ നമുക്കിപ്പോൾ സ്ത്രീകളെ കാണാം അല്ലേ? പുരുഷന്മാരെ പോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള എഫേർട്ട് കൂടുതലായിട്ടുള്ള ജോലികളിൽ ഇന്ന് സ്ത്രീകളും ഇടപെടുന്നതായി കാണാം. എന്നാൽ സമൂഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില എക്സാമ്പിൾസാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി മെനി പീപ്പിൾ ജനറലി സീ ദീസ് തിങ്സ് ആസ് ദെയർ ഇൻഹറൻറ്റ് ക്വാളിറ്റീസ് which were mistaken by society as the quality of men and women.
The stereotypes are created by simply protecting and interact or many people generally see these things as their inherent qualities, which were mistaken by society as the quality of men and women. അതായത് നമ്മുടെ സമൂഹം പലപ്പോഴും സ്ത്രീയുടെയും പുരുഷൻ്റെയും ഗുണങ്ങൾ എന്ന രീതിയിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണിത്, ഈ സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ത്രീയുടെയോ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെയോ ഗുണങ്ങൾ ആ ഒരു സമൂഹത്തിൻ്റെ, അതായത് പുരുഷന്മാരെല്ലാവരും നല്ല സ്ട്രോങ് ആണ് എന്ന് പറയുകയാണ്. അതായത് ഒരു പുരുഷൻ സ്ട്രോങ് ആയതുകൊണ്ട് എല്ലാവരും സ്ട്രോങ് ആവണം എന്നില്ല, അല്ലേ? ഒരു സ്ത്രീ വളരെ വാത്സല്യമുള്ളവരായതുകൊണ്ട് മറ്റെല്ലാവരും അങ്ങനെയാണ് എന്ന് നമ്മൾ സാമാന്യവൽക്കരിച്ച് പറയാം. ഇതിനെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ വാർപ്പ് മാതൃക എന്നൊക്കെ ഇതിനെ വിളിക്കും, അല്ലേ? ലളിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇതിനെങ്ങനെ അവതരിപ്പിക്കുകയാണ്. പക്ഷേ ഇത് ശരിയാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അടുത്ത നോക്കിക്കേ, ക്യാൻ യു ഫൈൻഡ് ഔട്ട് എക്സാമ്പിൾ ഓഫ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ്? ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിനുള്ള ഉദാഹരണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. എക്സാമ്പിളായിട്ട് നമുക്ക് ഏതൊക്കെ പറയാം? നോക്കിക്കേ, ഒന്നാമത്തത് വുമൺ ആർ ഗുഡ് ആസ് നേഴ്സ്. നേഴ്സ് ആവാൻ ഏറ്റവും നല്ലത് സ്ത്രീകളാണ്. മെൻ ആർ നോട്ട് ഫിറ്റ് ഫോർ ദാറ്റ്. ഒരു തരത്തിലുള്ള സ്റ്റീരിയോ ടൈപ്പാണിത്, അല്ലേ? സ്ത്രീകളാണ് ഏറ്റവും ഈ പേഷ്യൻസിനെ കെയർ ചെയ്യാൻ നല്ലത്, പുരുഷന്മാർക്ക് അതിനുള്ള കഴിവ് കുറവാണ് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, അല്ലേ? നമുക്കറിയാം, നമ്മൾ രണ്ട് ജെൻഡറിനും ഈ ഒരു കെയറിങ് എന്ന് പറയുന്നത് ഒരുപോലെ പറ്റും, അല്ലേ? പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ പല ജോലികളും പറയാൻ കഴിയും, അല്ലേ? ഇപ്പം ഒരു എക്സാമ്പിൾ വേറെ ഏതാണ് നമുക്ക് പറയാൻ പറ്റുക? ടീച്ചർ ആവാൻ ഏറ്റവും നല്ലത് ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് സ്ത്രീകളാണ് എന്ന്, അല്ലേ? പുരുഷന്മാരെന്താ മോശക്കാരാണോ? അല്ല, അല്ലേ? ഈ രീതിയിലുള്ള ഒരുപാട് സ്റ്റീരിയോ ടൈപ്സ് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ കാണാനായിട്ട് സാധിക്കും. ഇനി മറ്റൊന്നാണ് മീഡിയ ആൻഡ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ്. ഹാവ് യു നോട്ടീസ് ദ അഡ്വർടൈസ്മെൻറ്റ് ദാറ്റ് appear on the television and online streaming platform? അതായത് ടെലിവിഷനിലും ഓൺലൈൻ സ്ട്രീമിംഗ് ഇടങ്ങളിലും വരുന്ന പരസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ? ഹൂ ഡു യു തിങ്ക് കംസ് മോർ സ്ക്രീൻസ് ടു എൻഡോസ് ദ പ്രോഡക്റ്റ്, വുമൺ ഓർ മെൻ? നോട്ട് യുവർ ഒബ്സർവേഷൻ. അതായത് നമ്മൾ കാണുന്ന ചില സാധനങ്ങളുണ്ട്, അല്ലേ, പരസ്യങ്ങളിൽ. അത് അവതരിപ്പിക്കുന്നതിൽ അഭിനയിക്കാൻ വരുന്നതിൽ കൂടുതൽ സ്ത്രീകളാണോ അല്ലെങ്കിൽ പുരുഷന്മാരാണോ? നോക്കാം. കറി പൗഡറിൻ്റെ പരസ്യം ജനറലി നമുക്കറിയാം സ്ത്രീകളെയാണ് കറി പൗഡറിൻ്റെയൊക്കെ പരസ്യത്തിൽ നമ്മൾ പൊതുവേ കാണാറുള്ളത്, അല്ലേ? അടുത്ത നോക്കിക്കേ, ഡിഷ് വാഷിംഗ് ഇംപ്ലിമെൻറ്റ്സ്. അതായത് പാത്രം കഴുകുന്ന സാമഗ്രികളൊക്കെ സാധാരണ നമ്മൾ സ്ത്രീകളെയാണ് കാണാറ്. അടുക്കള ജോലികളൊക്കെ സ്ത്രീകളുടേതാണ് എന്ന ഭാവത്തിൽ ആണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, അല്ലേ? അടുത്ത നോക്കിക്കേ, ബൈക്സ് ആൻഡ് കാർ. ബൈക്കുകളും കാറുകളും പരസ്യത്തിൽ പുരുഷന്മാരായിരിക്കും കൂടുതലുണ്ടായിരിക്കുക, അല്ലേ? അടുത്തത് കോസ്മെറ്റിക്സ് ആണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളെയാണ് നമ്മൾ കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ഈ കോസ്മെറ്റിക്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ത്രീകളാണ് എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ട് സ്ത്രീകളെ ആയിരിക്കും അതിൻ്റെ പരസ്യത്തിൽ കാണുക, അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ കാജലിൻ്റെ ഒക്കെ പരസ്യം ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്, അല്ലേ? നമ്മൾ കണ്ണെഴുതാൻ ഉപയോഗിക്കുന്ന കാജലിൻ്റെ ഒക്കെ പരസ്യത്തിൽ പുരുഷന്മാരെയാണോ നമ്മൾ കാണാറ്? അല്ല, സ്ത്രീകളെയാണ്, അല്ലേ? അടുത്ത നോക്കിക്കേ, കായിക ഉൽപ്പന്നങ്ങൾ, അതായത് സ്പോർട്സ് പ്രോഡക്ട്സ്. അതും കൂടുതലായിട്ട് നമ്മൾ ബോയ്സിനെ ആയിരിക്കും കാണുന്നത്. അടുത്ത നോക്കിക്കേ, അറ്റൻസിൽസ് ആൻഡ് സ്റ്റൗ ആൻഡ് ടൂൾസ് യൂസ്ഡ് ഇൻ കിച്ചൺ. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, പാത്രങ്ങൾ, ഇതിലൊക്കെ നമ്മൾ കൂടുതലും സ്ത്രീകളെ ആയിരിക്കും പരസ്യത്തിൽ കാണുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പണത്തിൻ്റെ ഇടപാടൊക്കെ കൂടുതൽ പുരുഷന്മാർ നടത്തുന്നത് കൊണ്ട് നമ്മൾ കാണാറുള്ളത് കൂടുതലും പുരുഷന്മാരെയാണ്, അല്ലേ? ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല കമ്പനികളുടെയും, ഇപ്പോൾ മുത്തൂറ്റ്, RBI ഇതുപോലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ പരസ്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ. കൂടുതലായിട്ടും നമുക്ക് ഇതിൻ്റെ അവതാരകരായിട്ട് കാണാൻ പറ്റിയ പുരുഷന്മാരെയാണ്, അല്ലേ? അടുത്ത നോക്കിക്കേ, സിമൻറ്റിൻ്റെ പരസ്യം ഒരു കരുത്തിനെ കാണിക്കേണ്ടതായതുകൊണ്ട് നമ്മൾ അതിൽ കൂടുതൽ കാണുന്നത് പുരുഷന്മാരെ ആയിരിക്കും, ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, ലാംഗ്വേജ് ആൻഡ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്. ഭാഷയിലും നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്
കാണാനായിട്ട് സാധിക്കും അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിനകത്തും നമുക്ക് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പുകൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. നോക്കാം. ദർ ഈസ് ഓൾസോ ജെൻഡർ ഡിഫറൻസ് ഇൻ ലാംഗ്വേജ് വി യൂസ്. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ പോലും നമുക്ക് ആ ഒരു ജെൻഡർ ഡിഫറൻസ് കാണാം. അതായത് ഇപ്പോൾ ഭാഷയിൽ ഉപയോഗിക്കുന്ന ചില വേർഡ്സാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സിറ്റിസൺ, മെൻ തുടങ്ങിയ വാക്കുകളൊക്കെ അല്ലേ? അതായത് പൗരൻ, മനുഷ്യൻ തുടങ്ങിയ പദങ്ങൾ പുരുഷനെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വാക്കുകളാണ് അല്ലേ? എന്നാൽ ഇത് പൊതുവായിട്ടുള്ള വാക്കുകളായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുരുഷ ഡോക്ടർ എന്ന് പറയാതിരിക്കുകയും ലേഡി ഡോക്ടർ എന്ന് ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ പൊതുവേ ഡോക്ടർ എന്ന വാക്കുകൊണ്ട് കൂടുതലും ഉദ്ദേശിക്കുന്നത് ആരെയാണ്? മെയിലിനെയാണ്, അതായത് പുരുഷന്മാരെയാണ് അല്ലേ? സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ലേഡി ഡോക്ടർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് വേർഡ്സിൻ്റെ അകത്ത് പോലും നമ്മൾ ആ ഒരു ജെൻഡറായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. ആണ് പെണ്ണ് എന്ന വ്യത്യാസം നമുക്ക് കാണാം. ഇത്തരം പ്രയോഗങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്നതിലൂടെ എന്തുണ്ടായി വരികയാണ്? സ്റ്റീരിയോ ടൈപ്പായിട്ട് ഇത് മാറുകയാണ് അല്ലേ? ചില വേർഡ്സ് പിന്നീട് അത് ഒരു ഭാഷയിലൂടെ അതിങ്ങനെ സ്ട്രോങ് ആയിട്ട് വരികയാണ്. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഡോക്ടർമാരാവാൻ പറ്റിയവരാണ്, ആ ഒരു രീതിയിലേക്ക് മാറുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത നിങ്ങൾക്ക് കാണാം, ഇവിടെ നമ്മൾ ഈ ഒരു പ്രയോഗങ്ങൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ? സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷന്മാരെ എന്ന രീതിയിൽ ചില പദങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ജെൻഡർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള വേർഡ്സ് അല്ലേ? പുരുഷനെന്നോ സ്ത്രീ എന്നോ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ചില വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ എടുത്ത് കളയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടീച്ചർ എന്ന് പറഞ്ഞാൽ മെയിലോ ഫീമെയിലോ ആവാം അല്ലേ? എൻജിനീയർ മെയിലോ ഫീമെയിലോ ആവാം, നഴ്സ് മെയിലോ ഫീമെയിലോ ആവാം. ഈ രീതിയിലുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള ഭാഷയിലുണ്ടാകുന്ന സ്റ്റീരിയോ ടൈപ്പിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തുന്നത് ലാംഗ്വേജ് ആൻഡ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പാണ്. അതോടൊപ്പം തന്നെ ഇനി ജെൻഡർ ബേസ്ഡ് വയലൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. വരുന്ന ഒരു പാർട്ട് ആക്കിയിട്ട് നമുക്ക് ആ ഒരു ഭാഗം ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഈ ഒരു ലാംഗ്വേജ് ആൻഡ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന ഭാഗത്തോടു കൂടി അവസാനിപ്പിക്കാം. എഗെയിൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ വീഡിയോസ് ആദ്യം ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്